ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. فمن شهد منكم الشهر فليصمه ومن كان منكم مريضا أو على سفر فعدة من أيام أخر. يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. الله أكبر الله أكبر الله أكبر. لا إله إلا الله. الله أكبر الله أكبر ولله الحمد. സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ജീവിതാവിശുദ്ധിയുടെയും ദൈവാനുസരണത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും അതിശക്തമായ പാഠങ്ങൾ പകർന്നുകൊടുത്തുകൊണ്ട് ഒരു പരിശുദ്ധ റമളാൻ മാസവും കൂടി വിട പറഞ്ഞ ഈ വേളയിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം ഇന്ന് ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ ചെറിയ പെരുന്നാളിൻ്റെ നമസ്കാരത്തിന് വേണ്ടി
ഈ ദൈവീക ഭവനത്തിൽ സമ്മേളിച്ച മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ആദ്യമായി ഈദുൽ ഫിത്തറിന്റെ ഊഷ്മളമായ ആശംസകൾ അർപ്പിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ ചടങ്ങിന് സാക്ഷികളാകുവാനും നമ്മോടൊപ്പം സന്തോഷം പങ്കിടുവാനും എത്തിച്ചേർന്നിട്ടുള്ള സഹോദര സമുദായങ്ങളിലെ മാന്യ വ്യക്തിത്വങ്ങൾക്കും ഈ ദൈവീക ഭവനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ മാലാഖമാർ ഉറ്റുനോക്കുന്ന അനുഗ്രഹീതമായ ഈ വേളയിൽ പിന്നിട്ട ഒരു മാസക്കാലം തീവ്രമായ വ്രതാനുഷ്ഠാനത്തിലൂടെ നാം നേടിയെടുത്ത ജീവിത വിശുദ്ധിയും ആത്മനിയന്ത്രണവും ദൈവഭക്തിയും മുന്നോട്ടുള്ള ജീവിതയാത്രയിലും തുടർന്നും നിങ്ങൾ നിലനിർത്തണമെന്നും മുറുകെ പിടിക്കണമെന്നും ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്. മനുഷ്യരെ മറ്റിതര ജീവജാലങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന മൗലികമായ സവിശേഷത ദേഹേച്ഛകളുടെ നിയന്ത്രണം എന്ന ഒരു ശീലമാണ്. ദേഹേച്ഛകളെ നിയന്ത്രിക്കുവാനുള്ള കഴിവും പരിശീലനവും കന്നുകാലികൾക്കും മൃഗങ്ങൾക്കും എവിടെയും നൽകപ്പെട്ടിട്ടില്ല. കന്നുകാലികളെ സംബന്ധിച്ചിടത്തോളം ആരുടെ തിന്നണം, ആരുടെ തിന്നരുത്, എന്ത് തിന്നണം, എന്ത് തിന്നാൻ പാടില്ല, എന്താസ്വദിക്കണം, എന്താസ്വദിക്കരുത്, ആരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല തുടങ്ങിയ ചോദ്യങ്ങളും ചിന്തകളും നിയമങ്ങളും നിയന്ത്രണങ്ങളും മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങൾ അവന് പ്രസക്തമാണ്. ജീവിതത്തിൽ ഈ മേഖലയിൽ നിയന്ത്രണങ്ങളും നിയമങ്ങളും അവന് ബാധകമാണ്. ലോകത്തെ എല്ലാ തത്വസംഹിതകളും ലോകത്തെ എല്ലാ നിയമസംഹിതകളും മനുഷ്യന്റെ കാര്യത്തിൽ ഈ തത്വത്തെ, ഈ സിദ്ധാന്തത്തെ അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ദേഹേച്ഛകളെ നിയന്ത്രിക്കുക എന്ന ഈ അതിർത്തി, ഈ അതിർവരമ്പ് അതില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഃഖകരമായ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ സ്ഥിതി എന്തെന്ന് ചോദിച്ചാൽ, ലോകത്തെവിടെയും ലോകമാസകലം ലോകത്തുടനീളം ഒരു പുതിയ ജീവിത ശൈലിയും ഒരു പുതിയ ജീവിത സംസ്കാരവും മനുഷ്യ സമൂഹത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ആർത്തിയെ അതിരുകളില്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന, അവന്റെ ആർത്തിയെ വളർത്തിയെടുക്കുന്ന, മനുഷ്യന്റെ ഉപഭോഗ തൃഷ്ണയെ അതിരും വരമ്പുമില്ലാതെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു പുതിയ മുതലാളിത്ത മൂലധന കമ്പോള സംസ്കാരം മാനവരാശിയെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തുടനീളം ഒരു പുതിയ മാർക്കറ്റ് നിലവിൽ വന്നിരിക്കുന്നു. ആസ്വാദന ചന്ത എന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഈ മാർക്കറ്റിന് പേരിട്ടിരിക്കുന്നത്. എന്തും ആസ്വദിക്കാൻ ലഭിക്കുന്ന ഈ ആസ്വാദന ചന്തയിൽ മൂല്യങ്ങൾക്കും ആദർശങ്ങൾക്കും പ്രസക്തിയില്ല. ദൈവത്തിനും അള്ളാഹുവിനും അവന്റെ പ്രവാചകനും ആ മേഖലയിലേക്ക് പ്രവേശനം ഇല്ല. അവിടെ പ്രവേശനം പണത്തിന് മാത്രമാണ്. പണത്തിന് മാത്രമാണ് അവിടെ വിലയും മൂല്യവുമുള്ളത്. നിങ്ങൾക്ക് പണമുണ്ടോ എന്നതാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. ആ പണം എവിടുന്ന് കിട്ടി, ആ പണം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി, അത്തരം ചോദ്യങ്ങൾക്ക് പോലും അവിടെ പ്രസക്തിയില്ല. അത്തരം ചോദ്യങ്ങൾ തന്നെ അവിടെ ബാധകമാകുന്നില്ല. എങ്ങനെയും പണമുണ്ടാക്കി, ആരെ കൊന്നിട്ടാണെങ്കിലും കവർന്നിട്ടാണെങ്കിലും ഏത് രൂപത്തിലും കുറെ പണമുണ്ടാക്കി മനുഷ്യൻ തന്റെ ഉപഭോഗ തൃഷ്ണയെ, അവന്റെ ഭൗതിക ആസക്തിയെ പൂർത്തീകരിക്കുവാനുള്ള ചിന്തകൾ പേറി നടക്കുന്ന ഒരു കാലഘട്ടം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിയന്ത്രിതമായ ഭൗതിക ആസക്തിയോടുള്ള മനുഷ്യന്റെ ഈ പ്രവണതയെപ്പറ്റി പറഞ്ഞു, ഹുബ്ബുദ്ദുന്യ റഅസു കുല്ലി ഖതിയത്തിൻ. ലോകപ്രവാചകൻ, മാനവരാശിക്ക് അനുഗ്രഹീതനായ പ്രവാചകൻ പറയുകയാണ്, ഹുബ്ബുദ്ദുന്യ, ഭൗതികമായ ആസക്തി, നിയന്ത്രിക്കപ്പെടാത്ത മനുഷ്യന്റെ ഭൗതികമായ തൃഷ്ണ, റഅസു കുല്ലി ഖതിയത്തിൻ, എല്ലാ തിന്മകളുടെയും ഉറവിടം അതാണ്. ലോകത്ത് നടക്കുന്ന സകലമാന വൃത്തികേടുകളുടെയും സകലമാന ജീർണതകളുടെയും എല്ലാ തിന്മകളുടെയും അടിവേരും അതിന്റെ അടിത്തറയും അതിന്റെ അടിസ്ഥാനവും അടിത്തറയും
നിയന്ത്രിക്കപ്പെടാത്ത അനിയന്ത്രിതമായ മനുഷ്യന്റെ ഭൗതികാസക്തിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. രോഗാതുരമായ ഒരു സാമൂഹ്യ ഘടനയിൽ മൂല്യങ്ങൾ ചവിട്ടിമെതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചക വചനങ്ങൾക്ക് പ്രസക്തി വർദ്ധിക്കുകയാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് നാം ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക. ജീർണതകൾ പേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദ്യവും ലഹരിയും മയക്കുമരുന്നുമെല്ലാം സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു മാരക വിപത്തായി മാറിയിരിക്കുന്ന ദുഃഖകരമായ ഒരു കാലഘട്ടം. നിങ്ങൾ അറിയണം, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ മഹാരാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനം എന്ന പദവി നമ്മുടെ ഈ കൊച്ചു കേരളത്തിനാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ 1-ാം സ്ഥാനം നമ്മളെക്കാൾ വലിയ സംസ്ഥാനമായ പഞ്ചാബ് എന്ന സംസ്ഥാനത്തിനായിരുന്നു. പക്ഷേ 6 വർഷങ്ങൾക്കിപ്പുറം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കപ്പെടുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുമല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയുടെ ആനുപാതിക കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനസംഖ്യ ആനുപാതികമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനം എന്നത് നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ആ പദവി നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ കേരളത്തിന്റെ വർണ്ണവറിയുടെയും സാമൂഹ്യ ദുരന്തങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഇതൊരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചുവെങ്കിൽ മാറിയ സാഹചര്യത്തിൽ കേരളത്തെ ഒരു മദ്യാലയം എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട, സർക്കാർ പോലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കനുസരിച്ച് ഒരു വർഷം അരിയാഹാരത്തിന് വേണ്ടി, അരിഭക്ഷണം കഴിക്കാൻ വേണ്ടി മലയാളി ചെലവഴിക്കുന്ന തുക 2800 കോടി രൂപയാണ് എന്നാണ്. പക്ഷേ ഒരു വർഷം മദ്യത്തിന് വേണ്ടി മലയാളി ചെലവഴിക്കുന്ന തുകയാകട്ടെ 12200 കോടി രൂപയാണ്. മലയാളിയുടെ മുഖ്യ ആഹാരമെന്ന് പറയുന്ന അരിയാഹാരം കഴിക്കാൻ വേണ്ടി ഒരു വർഷം 2800 കോടി രൂപ ചെലവഴിക്കുന്നിടത്ത് നിന്ന് ഒരു വർഷം മദ്യത്തിന് വേണ്ടി മാത്രം 12200 കോടി രൂപ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയന്റെ മുഖ്യ ആഹാരം ഏതാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ തലമുറക്ക് ഒരു പുതിയ നിർവചനം പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട സാമൂഹ്യ സാഹചര്യത്തിലേക്ക് നമ്മുടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നിലക്ക് പോയാൽ എവിടേക്കാണ് നമ്മുടെ നാട് എത്തിപ്പെടാൻ പോകുന്നത്? മദ്യത്തോടുള്ള മലയാളിയുടെ മാനസികാവസ്ഥ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞാനൊരൊറ്റ ഉദാഹരണം മാത്രം പറയുകയാണ്. നമ്മളൊക്കെ മുമ്പ് മദ്യം അത് തന്നെ ഒരു വിഷമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടവരായിരുന്നു. മദ്യം തന്നെ ഒരു വിഷമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിടത്ത് നിന്ന് നാം മാറുകയും ഇപ്പോൾ ചില ദുരന്തങ്ങളും മരണങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രം നാം വിഷമദ്യ ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ട് മദ്യത്തെ നാം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ദുരന്തമില്ലാത്തൊരു സാഹചര്യത്തിൽ മദ്യം വിഷമല്ലാതാവുകയും ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം നമ്മൾ മദ്യത്തെ വിഷമദ്യം എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യത്തിലേക്ക്, ദുരന്തങ്ങളിൽ മാത്രം മദ്യത്തെ നാം വിഷം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് മലയാളി മാറിയിരിക്കുന്നു എന്നുകൂടി നാം ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു വസ്തുതയാണ്. മനുഷ്യ ചരിത്രത്തിലെ അതിപ്രശസ്തമായ 21 സംസ്കാരങ്ങളിൽ, ലോക ചരിത്രത്തിലെ അതിപുരാതനമായ 21 നാഗരികതകളിൽ 19 തകർന്നടിഞ്ഞു പോയത് ആ സാമൂഹ്യ ഘടനയിൽ, ആ സംസ്കാരങ്ങളിൽ നിലനിന്ന ഭീകരമായ മദ്യാസക്തിയുടെ ഫലമായിട്ടാണ് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളെയും ഈ നാടിനെയും വിട്ടുകൊടുക്കാൻ പാടില്ല. നാം ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ പോലും 25ഓളം പാവപ്പെട്ട മനുഷ്യർ മദ്യദുരന്തത്തിനിരയായ ദുഃഖകരമായ ഒരു മദ്യദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഇന്നും ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു മദ്യദുരന്തത്തിന്റെ ഭീകരമായ ഒരു വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരമൊരു രോഗാതുരമായ ഒരു ജീർണമായ സാമൂഹ്യ സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച ജീവിത വിശുദ്ധിയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മാതൃകാ സമൂഹമായി ഈ ലോകത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ മുസ്ലിം സമൂഹത്തിന് സാധ്യമാകേണ്ടതുണ്ട്. ഈ സമുദായത്തെ വിശുദ്ധ ഖുർആൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വവും അതുതന്നെയാണ്.
കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. മുസ്ലിം സമുദായത്തെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുകയാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഈ ലോകത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട നിങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവരല്ല. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരു മാതൃകാ സമൂഹമാണ് നിങ്ങൾ. തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളുടെ ദൗത്യം ആരാധനകൾ മാത്രമല്ല, നിങ്ങളുടെ ദൗത്യം ആഘോഷങ്ങളും പ്രാർത്ഥനകളും മാത്രമല്ല. തഅമുറൂന ബിൽ മഅറൂഫ്, നന്മയെ പ്രചരിപ്പിക്കുന്ന, വതൻഹൗന അനിൽ മുൻകർ, തിന്മകളെ ചെറുക്കുന്ന, ധാർമ്മിക മൂല്യങ്ങളെ നട്ടുപിടിപ്പിക്കാൻ, ധാർമ്മിക മൂല്യങ്ങളെ നിലനിർത്തുവാനും പരിരക്ഷിക്കുവാനും ജീർണതകൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തേണ്ട, നന്മയുടെ സംസ്ഥാപനത്തിന് വേണ്ടി തിന്മയുടെ വിഭാടനത്തിന് വേണ്ടി ഒരു മാതൃകാ സൊസൈറ്റിയായി നിലകൊള്ളേണ്ടവരാണ് നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ ഈ സമുദായത്തെ അതിന്റെ ചരിത്രപരമായ ആദർശപരമായ ദൗത്യം നമ്മെ ഉണർത്തുകയാണ്. ഖുർആൻ മുന്നോട്ട് വെച്ച ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഈ വിശുദ്ധമായ സന്ദർഭത്തിൽ, ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നാം മുന്നോട്ട് വരണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ലോകത്തെ തന്നെ മദ്യം എന്ന സാമൂഹ്യ വിപത്തിനോട് ഏറ്റവും യുദ്ധം പ്രഖ്യാപിച്ച ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. നിങ്ങൾ അറിയണം, മലപ്പുറം ജില്ലയിലെ മലപ്പുറം കളക്ടറേറ്റിന്റെ പടിവാതിക്കൽ കഴിഞ്ഞ 3 വർഷമായി ഒരു സമരം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ ഒരു സമരമാണ്. ഒരു നാട്ടിൽ മദ്യം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ, മദ്യഷാപ്പ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കണം. മദ്യഷാപ്പുകൾ അടച്ചു പൂട്ടുവാനുള്ള അധികാരം പഞ്ചായത്തി രാജിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയുടെ കളക്ടറേറ്റിന്റെ മുമ്പിൽ 3 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന തുടർച്ചയായ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ മദ്യവിരുദ്ധ സമരത്തിന്റെ ജനനായകനായ ശ്രീ കൃഷ്ണൻകുട്ടി മാസ്റ്റർ, യച്ചേരി കൃഷ്ണൻകുട്ടി മാസ്റ്റർ ആ സമരപ്പന്തലിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ ഒരു വർത്തമാനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യച്ചേരി കൃഷ്ണൻകുട്ടി മാസ്റ്റർ പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെ അനുയായികളെ, മദ്യം നിരോധിച്ച, മദ്യം വിഷമെന്ന് പഠിപ്പിച്ച, മദ്യത്തെ അതിശക്തമായി യുദ്ധം ചെയ്ത, മദ്യമെന്ന സാമൂഹ്യ വിപത്തിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആനിന്റെ അനുയായികളെ, മലപ്പുറം ജില്ലയിൽ ഈ സമരം പരാജയപ്പെട്ടാൽ പിന്നെ കേരളത്തിൽ എവിടെയും ഈ സമരം വിജയിക്കാൻ പോകുന്നില്ല. എന്റെ പ്രതീക്ഷ ഈ ജില്ല മാത്രമാണ്. ഇവിടെ ഈ സമരം തോറ്റുപോയാൽ, പരാജയപ്പെട്ടാൽ പിന്നെ ഈ സമരത്തെ എനിക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയില്ല എന്ന് മലപ്പുറം ജില്ലയുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സുഹൃത്ത്, ഒരു സമരനായകൻ വിളിച്ചു പറയുകയാണ്. ഏറ്റവും ഒടുവിൽ വണ്ടൂരിലും കുറ്റിപ്പുറത്തും മലപ്പുറം ജില്ലയിലെ സുപ്രധാനമായ 2 സ്ഥലങ്ങളിൽ ഉണ്ടായ മദ്യദുരന്തം മലപ്പുറം മദ്യദുരന്തം എന്നാണ് അത് പേര് തന്നെ വിളിക്കപ്പെടുന്നത്. പത്രങ്ങളിൽ ആ ദുരന്തത്തിന്റെ പേര് തന്നെ മലപ്പുറം ദുരന്തം എന്നാണ്. പക്ഷേ മലപ്പുറം ജില്ല പോലുള്ള ഒരു ജില്ലയിൽ 25ഓളം മനുഷ്യർ ഹതഭാഗ്യരായി മരിച്ചു വീണ ആ ദുരന്തത്തിൽ, ആ മരണപ്പെട്ടുപോയ ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ ഈ സമുദായത്തിൽ നിന്ന് പ്രതിനിധാനം ചെയ്യാൻ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ആ വസ്തുതയെ മുൻനിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ മാന്യനായ മനുഷ്യൻ ഒന്നുകൂടി പറഞ്ഞു, ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെ ഈ സമരത്തിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്ത ജില്ല അപ്രസക്തമല്ല, ഈ സമരത്തിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്ത പ്രദേശം ലക്ഷ്യം കണ്ടു ഉന്നം തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ യച്ചേരി കൃഷ്ണൻകുട്ടി മാസ്റ്റർ എന്ന ആ മാന്യനായ സമരനായകന്റെ വാക്കുകളെ മുൻനിർത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ പ്രതിദാനം ചെയ്യുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നന്മയെ സ്നേഹിക്കുന്ന, ഈ നല്ല മനുഷ്യർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സമുദായമായി, ആദർശത്തിന്റെ പരിവേഷമുള്ള, ജീവിത വിശുദ്ധിയുള്ള ഒരു ഉമ്മത്തായി ഈ രാജ്യത്ത് എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഈ സമുദായത്തിന് അത് കഴിയും. ഈ സമുദായം ആ രൂപത്തിൽ പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു സമുദായമാണ്.
മുസ്ലിം ഉമ്മത്തിന് നിശ്ചയിക്കപ്പെട്ട നോമ്പ് എന്ന ഈ വ്രതം ദേഹേച്ഛകളെ നിയന്ത്രിക്കുവാനും അടക്കി നിർത്തുവാനുമുള്ള തീവ്രമായ ഒരു പരിശീലനമാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ ശരീരം പട്ടിണി കിടക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം ലോക മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ, മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുകയായിരുന്നു. കഴിഞ്ഞ 30 ദിവസം നേരം ഉച്ചയായപ്പോൾ, നേരം സന്ധ്യയായപ്പോൾ നമ്മുടെ ശരീരം അതിന് വിശപ്പറിയിച്ചു. എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വല്ലതും തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം അതിന്റെ വിശപ്പറിയിച്ചപ്പോൾ, നേരം ഉച്ചയായപ്പോൾ എനിക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം വിശപ്പിന്റെ ലക്ഷണം അറിയിച്ച് വിശക്കുന്നു എന്നറിയിച്ചപ്പോൾ നാം പറഞ്ഞു സമയമായിട്ടില്ല, പറയുമ്പോൾ തിന്നാൽ മതി, അടങ്ങി നിൽക്കൂ, സമയമാകുമ്പോൾ തിന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിന്റെ ഇച്ഛകളെ നാം നിയന്ത്രിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു മാസക്കാലം ദേഹേച്ഛകളെ നിയന്ത്രിക്കുവാൻ നാം നേടിയെടുത്ത ഈ പരിശീലനം ലോകത്ത് ഈ സമുദായത്തിന്റെ മാത്രം ഒരു സവിശേഷതയാണ്. ഈ രൂപത്തിൽ ദേഹേച്ഛകളെ നിയന്ത്രിക്കുവാൻ പരിശീലിക്കപ്പെട്ട ഈ സമുദായം ഈ പരിശീലനത്തിൽ നിന്ന് മഹത്തായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിത വിശുദ്ധിയുടെ ഒരു മാതൃകാ സൊസൈറ്റിയായി ഉയർന്നു നിൽക്കുന്ന ഒരു സമൂഹമായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയണമെന്ന് ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്. അതോടൊപ്പം പെരുന്നാളിന്റെ സുദിനം എന്ന് പറയുന്നത് മാനവിക മൂല്യങ്ങളെയും മാനുഷിക ബന്ധങ്ങളെയും ഊട്ടിയുറപ്പിക്കുവാനുള്ള നിർണായകമായ ഒരു സന്ധിയായിട്ടാണ്, ഒരു വേളയായിട്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ലോകം കണ്ട വിപ്ലവകാരിയായ പ്രവാചകൻ ആത്മീയതയുടെ എല്ലാ രൂപങ്ങളും എല്ലാ ചടങ്ങുകളും പ്രവാചകൻ ജീവിതത്തിൽ ആചരിച്ചിരുന്നു. റമദാനിന്റെ അവസാനത്തെ 10 ദൈവത്തിന് മാത്രം ആരാധനകളിൽ മുഴുങ്ങി പള്ളിയിൽ തന്നെ ഇഅ്തികാഫ് അഥവാ ഭജനമിരുന്നിരുന്ന പ്രവാചകൻ പള്ളിക്ക് പുറത്തേക്ക് പോകാതെ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ പള്ളിക്കകത്ത് തന്നെ ആത്മീയ ചിന്തയിൽ മാത്രം കഴിഞ്ഞുകൂടിയിരുന്ന പ്രവാചകൻ പക്ഷെ ആ റമദാൻ അവസാനിച്ച പിറ്റേ ദിവസം മുസ്ലിം ലോകത്തിന്റെ പെരുന്നാൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്താണിത് നൽകുന്ന സന്ദേശമെന്ന് നാം നല്ലപോലെ തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്ത് പള്ളിയിൽ നിന്ന് ലഭിച്ച ആത്മീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന ഒരു വലിയ സന്ദേശമാണ് പ്രവാചകൻ ഈ നമസ്കാരം, ഈദ് നമസ്കാരം, പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത്, പ്രവാചകന്റെ മാതൃക മൈതാനങ്ങളിലാണ് പ്രവാചകൻ നടത്തിയിരുന്നത്. എന്തുകൊണ്ടാണ് പെരുന്നാൾ നമസ്കാരം പ്രവാചകൻ മൈതാനിയിലേക്ക് മാറ്റിയതെന്ന് ചോദിച്ചാൽ ഈ സമൂഹം എല്ലാവരുമായി ബന്ധപ്പെടേണ്ടവരാണ്. ഈ സമൂഹം തങ്ങളിൽ തന്നെ ചുരുണ്ടുകൂടേണ്ട, തങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ട ഒരു സമുദായമല്ല. സഹോദര സമുദായങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന, അവരുമായുള്ള ഊഷ്മള ബന്ധം സ്ഥാപിക്കുന്ന ഒരു സമുദായമായി ഈ സമുദായം മാറണമെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് റമദാനിന്റെ അവസാന ദിനങ്ങൾ ഭജനത്തിൽ ഇരുന്ന, ഇഅ്തികാഫിൽ ഇരുന്ന പ്രവാചകൻ പെരുന്നാളിന്റെ ആ ദിവസം തന്നെ പുറത്തേക്ക് തന്റെ നമസ്കാരത്തെ കൊണ്ടുപോയത്. ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവിക സാഹോദര്യവും മാനവികമായ മൂല്യങ്ങളെയും മനുഷ്യ സമത്വത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർഗീയമായി ചിന്തിക്കുന്ന, സാമുദായികതക്കും വർഗീയതക്കുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന മൂല്യമുള്ള ഒരു സമുദായമായി ഈ സമുദായം എഴുന്നേറ്റ് നിൽക്കണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ തഖ്വ, എന്താണ് തഖ്വ എന്ന് പഠിപ്പിക്കുകയാണ്. വലാ യജ്രിമന്നകും ശനആൻ ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹിയ അഖ്റബു ലിത്തഖ്വ. ഖുർആൻ പറയുകയാണ്, അല്ലയോ വിശ്വാസികളെ, ലാ യജ്രിമന്നകും ശനആൻ ഖൗമിൻ, ഒരു ജനതയോടുള്ള വിരോധം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ, അലാ അല്ലാ തഅദിലു, നിങ്ങൾ അനീതി കാണിക്കുവാൻ. ഒരു ജനതയോട് നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ, ഒരു ജനതയോടുള്ള നിങ്ങളുടെ പ്രതിഷേധം, ഒരു വിഭാഗത്തോടുള്ള നിങ്ങളുടെ വിരോധം അനീതി കാണിക്കുവാൻ, നീതിയിൽ നിന്ന് തെറ്റിപ്പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. എഴുതിലോ, അനീതി കാണിക്കപ്പെട്ടാലും നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. എഴുതിലോ ഹിയ അഖ്റബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. എന്താണ് തഖ്വയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുക, നിങ്ങൾ അനീതിയിലേക്ക് വഴുതിപ്പോകരുത്. ഒരു ജനതയോട് നിങ്ങൾക്ക് അമർഷമുണ്ടെങ്കിൽ പോലും
അനീതി കാണിക്കുവാൻ നിങ്ങളെ അതിന് നിമിത്തരാക്കരുത്. നീതിയാണ് നിങ്ങളുടെ മൂല്യം. ആ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് തഖ്വയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് എന്ന സാമൂഹ്യ പാഠവും കൂടി വിശുദ്ധ ഖുർആൻ നൽകുന്നു. ഈ രൂപത്തിൽ ഒരേ സമയം ഏകനായ സട്ടാവിലേക്ക് ദൈവത്തിലേക്കും അതേ സമയം ദൈവത്തിന്റെ സൃഷ്ടികളിലേക്കും ഒരേ സമയം അടുപ്പിക്കുന്ന ഒരു ആരാധനാ രീതിയാണ് പെരുന്നാൾ നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് അടുക്കുന്നത് പോലെ തന്നെ മനുഷ്യരിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇസ്ലാമിന്റെ ജീവിക്കുന്ന മാതൃകകളായി ഉയർന്നു നിൽക്കുവാൻ നമുക്ക് കഴിയണം. പടച്ച റബ്ബ് അതിന് നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ, നാം ചെയ്ത പുണ്യകർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവൻ സ്വീകരിച്ച് അവന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ നമ്മേവരെയും അവൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമുക്കിടയിൽ ഐക്യവും സാഹോദര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഊട്ടിയുറപ്പിക്കുമാറാകട്ടെ. നമുക്കും ഈ രാജ്യനിവാസികൾക്കും ഈ രാജ്യത്തിനും അല്ലാഹു എല്ലാവിധ സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സമാധാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഈ രാജ്യത്ത് ജീവിക്കുവാനുള്ള തൗഫീക്കും സാഹചര്യവും നൽകി പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل النفاق والمنافقين. اللهم ربنا تقبل منا صلاتنا وعيدنا يا رب العالمين. اللهم ألف بين قلوبنا يا رب العالمين. اللهم انصر إخواننا في كافة البلاد يا رب العالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار وادخلنا الجنة يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر والله يعلم ما تصنعون. السلام عليكم ورحمة الله وبركاته. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പള്ളിയിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് നമ്മുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് സ്നേഹങ്ങൾ പങ്കിട്ടുകൊണ്ട് വേണം എല്ലാവരും പിരിയാനെന്ന് പ്രത്യേകം ഉണർത്തുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس
أوصيكم عباد الله ونفسي أولا بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. وأطيعوا الله وأطيعوا الرسول واحذروا وإن توليتم فاعلموا أنما على رسولنا البلاغ المبين. ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا إذا ما اتقوا وآمنوا وعملوا الصالحات ثم اتقوا وأحسنوا والله يحب المحسنين. صدق الله العلي العليم. صدق وبلغ رسوله الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാൾ ദിവസവും ജുമാ ജമാഅത്തും ഒന്നിച്ച് വരുന്ന അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭത്തിലാണ് ജുമാ നമസ്കാരത്തിന് വേണ്ടി നാം അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പെരുന്നാൾ ദിവസത്തിലെ ജുമാ നമസ്കാരത്തിൻ്റെ ഇസ്ലാമികമായ വിധി, അന്ന് മഅ്മൂമുകളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവരാണെങ്കിൽ അവർക്ക് ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ജുമാ എന്ന ആ പ്രാർത്ഥന അദ്ദേഹം അത് നിർവഹിക്കേണ്ടതുണ്ട്, പള്ളിയിൽ അത് നടത്തപ്പെടേണ്ടതുണ്ട്. അതേസമയം മഅ്മൂമുകൾക്ക് ആ വിഷയത്തിൽ ഈദിൽ പങ്കെടുത്തവരാണെങ്കിൽ അവർക്ക് റുഖ്സ അഥവാ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടും ഉണ്ട്. ജുമാക്ക് പങ്കെടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ളുഹർ നമസ്കരിച്ചുകൊണ്ട് ഈ ബാധ്യത അവർക്ക് തീർക്കാവുന്നതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ അതൊക്കെ വ്യക്തമായി വന്നിട്ടുള്ളതാണ്. ഞാൻ സാന്ദർഭികമായി അതിൻ്റെ ഒരു പശ്ചാത്തലം വിശദീകരിച്ചു എന്ന് മാത്രം. പരിശുദ്ധ റമളാൻ നമ്മോട് വിട ചൊല്ലിയ ഏറ്റവും അടുത്ത നിമിഷത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മോട് യാത്ര പറഞ്ഞതും വിട പറഞ്ഞതും റമളാൻ എന്ന മാസം മാത്രമാണ്. റമളാനിലൂടെ നാം നേടിയെടുത്ത ജീവിത ശൈലിയും റമളാനിലൂടെ നാം നേടിയെടുത്ത ഭക്തിയും അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിന്ന് യാത്രയാകുന്നില്ല. അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന, ഉണ്ടാകുന്ന ഒന്നാണ്. ഇസ്ലാമിലെ വ്രതാനുഷ്ഠാനത്തിന് സൗമ് എന്നാണ് അറബിയിൽ അതിന് പറയുന്നത്. യഥാർത്ഥത്തിൽ സൗമ് എന്ന് പറയുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമളാനിൽ മാത്രം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ റമളാനിൽ മാത്രം ഒരു ശീലമല്ല. റമളാൻ അല്ലാത്ത സമയത്തും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സൗമ് നിർബന്ധമാണ്.
റമദാൻ മാസം വരുന്നതിന്റെ മുമ്പും റമദാന് ശേഷവും സൗമ് എന്ന ഒരു സമ്പ്രദായം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. കാരണം സൗമ് എന്ന വാക്കിന്റെ അർത്ഥം വർജനം എന്നാണ്. ഒരു കാര്യം വർജിക്കുക എന്നാണ് സാമയസൂമു സൗമ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരവും സാങ്കേതികവുമായ അർത്ഥം. പരിശുദ്ധ റമദാനിൽ നമ്മൾ വർജിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹലാലാക്കിയ കാര്യങ്ങൾ പോലും റമദാൻ മാസത്തിൽ നാം വർജിക്കുകയാണ് ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ വർജനം എന്ന് പറയുന്ന ഈ രീതി അല്ലെങ്കിൽ സൗമ് എന്ന് പറയുന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കേണ്ടുന്ന ഒന്നാണ്. കാരണം റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും അള്ളാഹു നിഷിദ്ധമാക്കിയ കുറെ കാര്യങ്ങളുണ്ട്. ഹറാമുകൾ എന്നാണ് നാം അതിന് പറയുന്നത്. ഈ ഹറാമായ കാര്യങ്ങളെ വർജിച്ചേ പറ്റൂ. അത് വർജിക്കൽ വിശ്വാസിയുടെ ഏത് സമയത്തെയുമുള്ള ഒരു ബാധ്യതയാണ്. അപ്പൊ ഹറാമുകളെ വർജിക്കുക എന്നത് സൗമാണ്. വർജിക്കുക എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയ, അവൻ വിരോധിച്ചിട്ടുള്ള ഹറാമുകളെ വർജിക്കുക എന്ന് പറയുന്നതും സൗമ് തന്നെയാണ്. പക്ഷെ റമദാനിലെ സൗമിൽ നാം ചെയ്തത് ഹറാമ് വർജിക്കുക മാത്രമല്ല ചെയ്തത്. ഹറാമ് വർജിക്കുന്നതോടൊപ്പം തന്നെ ഹലാലുകളെപ്പോലും, നമുക്ക് വിശന്നാൽ ആഹാരം കഴിക്കാം, ദാഹിച്ചാൽ വെള്ളം കുടിക്കാം, നാം നിയമപരമായി വിവാഹം കഴിച്ച ജീവിത പങ്കാളിയെ നമുക്ക് ബന്ധപ്പെടാം. പക്ഷേ റമദാനിൽ നമ്മൾ പകൽ സമയം ഈ ഹലാലായ കാര്യങ്ങൾ പോലും അള്ളാഹുവിന് വേണ്ടി നാം വർജിക്കുകയായിരുന്നു. അപ്പൊ റമദാനിലെ സൗമും മറ്റു സമയത്തെ സൗമും തമ്മിലുള്ള വ്യത്യാസം, എല്ലാ സമയത്തും സൗമ് എന്ന് പറയുന്ന രീതി വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്, അതുണ്ടാകണം. പക്ഷെ റമദാനിലെ സൗമ് ഹലാലുകളെപ്പോലും വർദ്ധിച്ചുകൊണ്ടുള്ള ഒരു സൗമാണ്. ഇതെന്തിനെ അള്ളാഹു നിശ്ചയിച്ചു എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കേണ്ടുന്ന സൗമിന് വേണ്ടി, ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കേണ്ട സൗമ് ഞാൻ പറഞ്ഞു ഹറാമുകൾ വർദ്ധിച്ചുകൊണ്ടുള്ള സൗമാണെന്ന്. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കേണ്ടുന്ന ഒരു സൗമിന് വേണ്ടി സത്യവിശ്വാസിയെ സജ്ജനാക്കുന്ന തീവ്രമായ ഒരു സൗമാണ് റമദാനിലെ സൗമ് എന്ന് പറയുന്നത്. റമദാനിലെ സൗമ് അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചത് മറ്റ് സമയത്ത് സൗമുകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു മാസക്കാലം പടച്ചവനെ നീ പറഞ്ഞാൽ ഹറാമും വർജിക്കാൻ ഞാൻ ഒരുക്കമാണ്, നീ എന്നോട് ആവശ്യപ്പെട്ടാൽ ഹറാമ് മാത്രമല്ല നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ഏതും ഹലാലുകളെപ്പോലും ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധനാണ്, ഞാനതിന് മനസ്സുള്ളവനാണ് എന്ന് ഒരു മാസം കൊണ്ട് നമ്മൾ ജീവിതത്തിലൂടെ തെളിയിക്കുകയായിരുന്നു. അപ്പൊ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കേണ്ടുന്ന സൗമിന് വേണ്ടി വിശ്വാസിയെ സജ്ജനാക്കുന്ന, അവനെ ഒരുക്കിയെടുക്കുന്ന ഒരു തീവ്രമായ സൗമാണ് റമദാനിലെ സൗമ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റമദാനിലെ സൗമ് ശവ്വാൽ ഒന്നോടുകൂടി നമ്മോട് വിട പറയുന്നില്ല. ആ സൗമ് നമുക്ക് തരുന്ന ശീലങ്ങൾ ഇനിയും നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അടിവരയിട്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ജീവിതത്തിൽ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് ഏറെ സാഹസികമായ ഒരു പ്രക്രിയയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ എല്ലാം ഹലാലാക്കി ഒറ്റ ഹറാമേ കൊടുത്തുള്ളൂ. വലാ തഖ്റബ ഹാദിഹി ഷജറത ഫതകൂനാ മിനൽ ളാലിമീൻ. ഒരു മരം ചൂണ്ടിക്കാണിച്ച് ആ മരത്തോട് നിങ്ങൾ അടുക്കരുത്, ആ മരത്തിന്റെ പഴം മാത്രം നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞ് ഒരു പഴമൊഴികെ ബാക്കി എല്ലാം ഹലാലാക്കി, ഒരൊറ്റ കാര്യം ഹറാമാക്കിയുള്ളൂ. പക്ഷേ ആ ഒറ്റ ഹറാമേ ഉണ്ടായിട്ടു എന്നിരിക്കെ പോലും ആദം അലൈഹിസ്സലാം അതുപോലും പാലിക്കാൻ കഴിയാതെ ആ ഹറാമ് ഭുജിച്ചു എന്നതാണ് ചരിത്രത്തിൽ സംഭവിച്ച മനുഷ്യ സമൂഹത്തിലെ ഒന്നാമത്തെ വീഴ്ച എന്ന് പറയുന്നത്. ആദം അലൈഹിസ്സലാമക്ക് നേരിടാനുണ്ടായിരുന്നത് ഒറ്റ ഹറാമായിരുന്നു എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരുപാട് ഹറാമുകളെ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. ആ ഹറാമുകളെ ഭുജിക്കുക എന്ന് പറയുന്നത് പലിശ ഉൾപ്പെടെയുള്ള, മദ്യം ഉൾപ്പെടെയുള്ള, ചൂത് ഉൾപ്പെടെയുള്ള ഈ ഹറാമുകളെ സമീപിക്കുന്നതും ഈ ഹറാമുകളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് നരകം വിലക്കെടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി ഹറാമുകളെ വർജിക്കുന്നതിന്റെ ആഹ്വാനം
സത്യവിശ്വാസികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു ഹറാമും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ഹറാമുകൾ തിന്നുവാനോ ഉപയോഗപ്പെടുത്തുവാനോ അതിനെ സമീപിക്കാനോ പാടില്ലാത്തതാണ്. ആ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മെ സജ്ജമാക്കുക എന്നുള്ളതാണ് റമദാൻ നമുക്ക് നൽകിയ ശീലം. ആ ശീലത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പടച്ചവനോട് കൂടുതൽ അടുക്കാൻ നമുക്ക് കഴിയണം. റമദാൻ വിടവാങ്ങുന്നതോടുകൂടി എല്ലാം അടക്കി വച്ച് ഇനി പിശാചിന്റെ പാളയത്തിലേക്ക് പോകാം എന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കരുത്. വിശ്വാസി സമൂഹത്തെ ലോകത്തെ ഒരു മാതൃകാ സമൂഹമാക്കി, ഒരു മാതൃകാ ഉമ്മത്താക്കി മെരുക്കിയെടുക്കുന്ന, അവരെ അതിന് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പരിശീലന കാലമായിരുന്നു റമദാൻ. ആ പരിശീലന കാലം കഴിഞ്ഞ് ഇനി നമ്മൾ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത് ശവ്വാൽ 1 മുതലാണ്. ആ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ കളരിയിലായിരുന്നു ഇതുവരെ നമ്മൾ പെട്ടിരുന്നത്. അതുകൊണ്ട് ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലും അള്ളാഹുവിന്റെ ശാസനകൾക്കും അവന്റെ കൽപ്പനക്കും വിധേയരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ലോകത്ത് ഈ സമൂഹത്തിന് മാത്രം കഴിയുന്ന ഒരു സവിശേഷതയാണ് വിശ്വാസം ഈ സമൂഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ. നമുക്കറിയാം, ഇന്ന് കേരളീയ സമൂഹം അകപ്പെട്ടിരിക്കുന്ന സാംസ്കാരിക ച്യുതി, അല്ലെങ്കിൽ സാംസ്കാരികമായ ജീർണത, അധാർമികമായ പ്രവണതകൾ. ഞാൻ പെരുന്നാൾ ഖുതുബയിലും ഊന്നൽ കൊടുത്തത് അത് തന്നെയായിരുന്നു. ഒരു മദ്യാലയമായി നമ്മുടെ കേരളം ഇന്ന് മാറിയിരിക്കുകയാണ്. ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷ ദിനങ്ങൾ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും കുടുംബ ബന്ധങ്ങളെ ചേർക്കുവാനും സാമൂഹ്യ ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനും വേണ്ടിയുള്ള ഒരു വലിയ സന്ദർഭമാണ്. പക്ഷെ അതിനുവേണ്ടി ആഘോഷവേളകളെ ഉപയോഗപ്പെടുത്താതെ ഇന്ന് മലയാളിക്ക് ആഘോഷം എന്ന് പറഞ്ഞാൽ മദ്യം മോന്തി, മദ്യം കുടിച്ച് മയങ്ങി വൈകുന്നേരം വരെ കിടന്നുറങ്ങുക എന്നുള്ളത് തന്നെയാണ്. ആഘോഷ ദിനത്തിന്റെ ഒരു ലക്ഷ്യവും പൂർത്തീകരിക്കപ്പെടാതെ ആഘോഷം എന്ന് പറഞ്ഞാൽ മദ്യലഹരിയിൽ ഇങ്ങനെ ഉറങ്ങി ജീവിക്കുക എന്നൊരു തരത്തിലേക്ക്, അത്തരമൊരു മാനസികാവസ്ഥയിലേക്കാണ് ഇന്ന് കേരളീയ സമൂഹം എത്തിപ്പെടുന്നത്. നോക്കൂ, ഓരോ ആഘോഷവേളയിലും കേരളത്തിലെ ചാനലുകളുടെ ചർച്ച കഴിഞ്ഞ ക്രിസ്മസിന്റെ തലേന്നും ക്രിസ്മസിന്റെ സമയത്തും ന്യൂ ഇയറിന്റെ സമയത്തും ഓണനാളിലുമൊക്കെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞ ചർച്ചകളുണ്ടായിരുന്നു. എന്തുകൊണ്ട് കേരളം ഇങ്ങനെ കുടിയന്മാരുടെ നാടായി മാറുന്നു? പക്ഷെ അള്ളാഹു അനുഗ്രഹിച്ച് ഒരു പെരുന്നാളുകൾക്ക് പോലും അങ്ങനെ ഒരു ചർച്ച നമ്മൾ ചാനലുകളിൽ കാണാറില്ല. മറ്റ് സമുദായങ്ങളുടെ ആഘോഷവേളകളിൽ കേരളത്തിൽ ഒഴുക്കപ്പെടുന്ന മദ്യത്തിന്റെ അളവും വിറ്റഴിക്കപ്പെടുന്ന കോടികളുടെ എണ്ണവുമൊക്കെ വെച്ചുകൊണ്ട് എന്തേ ഇങ്ങനെ ആഘോഷ ദിനങ്ങൾ ഇങ്ങനെ മദ്യത്തിൽ മുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ കേരളം ഇങ്ങനെ ഈ മദ്യപന്മാരുടെ നാടായി ഇങ്ങനെ മാറുന്നു. ചെറിയ ചെറിയ കുട്ടികൾ പോലും മദ്യത്തിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അടുത്ത് ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് കേരളത്തിൽ വളർന്നു വരുന്ന തലമുറയിൽ പുകവലി ശീലം കുറയുകയാണ്. പുകവലി കുറയുന്നു, കടകളിൽ സിഗരറ്റ് വിൽപ്പന ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ആശ്വസിക്കാൻ വകയില്ല, ആ സ്ഥാനത്ത് മദ്യത്തിന്റെ അളവ് അതിഭീകരമായി വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. ശരിയാണ്, പണ്ടൊക്കെ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ഞാൻ പ്രായപൂർത്തി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സിഗരറ്റ് വലിച്ച് കാണിച്ചാണ് തെളിയിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതൊക്കെ മാറി. ഇന്നിപ്പോൾ സിഗരറ്റ് വലിക്കുന്ന യുവാക്കൾ വളരെ പരിമിതമാണ്. പക്ഷെ ആ സ്ഥാനത്ത് ഇന്ന് എന്ത് വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വളർന്നു വരുമ്പോഴേക്കും മദ്യത്തിന്റെ ലോകത്തേക്കാണ് ഇന്ന് മലയാളിയുടെ തലമുറ, അവന്റെ മക്കൾ ഇന്ന് ചെന്നുപെട്ടു. ആഘോഷവേള മാത്രമല്ല, മരണവേളകൾ പോലും, മരണ വീടുകൾ പോലും മദ്യത്തിൽ മുങ്ങിപ്പോകുന്നൊരു ഗതികെട്ട ഒരു നാട്ടിലാണ്, ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചാനലുകളിൽ ചർച്ച കൊടുക്കുന്നു, എന്താണ് ഒരു പരിഹാരം? ആർക്കാണ് പരിഹാരം നിർദ്ദേശിക്കുക? നിങ്ങൾ വായിച്ചു, മദ്യത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാനുള്ള പരസ്യവും ഉത്തരവാദിത്തവും സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ബിവറേജ് കോർപ്പറേഷനെ. ബിവറേജ് കോർപ്പറേഷനെയാണ് മദ്യത്തിന്റെ കെടുതികളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഖജനാവിന്റെ താക്കോല് കള്ളന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് പോലെ. ഒരു പരിഹാരവും അതുകൊണ്ട് ഇവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനില്ല. ഈ നിലക്ക് നാടിനെ വിട്ടുകൊടുക്കാൻ ഖൈറു ഉമ്മത്ത് എന്ന നിലയിൽ മുസ്ലിം സമൂഹത്തിന് കഴിയില്ല.
എന്തുണ്ട് ഈ ദുരന്തത്തിന് പരിഹാരമെന്ന അന്വേഷണത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരിഹാരത്തെ സമർപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിത വിശുദ്ധി കൊണ്ട് ദാ ഞങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന് പറയാൻ ഈ സമുദായത്തിന് കഴിയേണ്ടതുണ്ട്. ഈ സമുദായത്തിന്റെ ജീവിത വിശുദ്ധി അത് തെളിയിക്കേണ്ടതുണ്ട്. ഞാനതിന്റെ ചില ഉദാഹരണങ്ങളൊക്കെ രാവിലത്തെ ഖുത്ബയിൽ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒരു തുടർച്ച പറയുന്നു എന്ന് മാത്രം. തീർച്ചയായും ഈ ദുരന്തത്തിൽ നിന്ന് ഈ നാടിനെ, ഈ ലോകത്തെ രക്ഷിക്കുവാൻ ഇസ്ലാമിന്റെ കയ്യിലെ പരിഹാരമുള്ളൂ. നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് മദ്യത്തിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്നത്, ഭരണകൂടം രംഗത്ത് വരുന്നത്? ഒരു മദ്യ ദുരന്തം ഉണ്ടാകുമ്പോഴേക്കും സകലമാന വിപ്ലവ വായാടികൾ പോലും കുടിയെടുത്ത് അടിച്ച് തകർക്കുന്നു, വീപ്പകൾ തകർക്കുന്നു, ഷാപ്പുകൾ തകർക്കുന്നു, കത്തിക്കുന്നു, ചാമ്പലാക്കുന്നു. കാണുമ്പോൾ രസകരമാണ്. മലപ്പുറം ജില്ലയിൽ സകല ഷാപ്പുകളും ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാറി മാറി കൊടികൾ പിടിച്ചുകൊണ്ട് എല്ലാവരും മദ്യത്തിനെതിരെ രംഗത്ത് വന്ന് എല്ലാം തകർത്ത് കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് മലയാളി ഇതിനെതിരെ പ്രതികരിക്കുന്നത്? ചില ദുരന്തങ്ങളും മരണങ്ങളും സംഭവിക്കുമ്പോൾ തങ്ങളുടെ ഉറ്റവരും ഉടയവരും മരിച്ചു എന്ന് കാണുമ്പോൾ ആ പ്രതിഷേധമാണ് ഇതിലൂടെ അവർ രേഖപ്പെടുത്തുന്നത്. ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, തകർക്കുന്നു എന്നതല്ലാതെ ഒരു ശാശ്വത പരിഹാരം ഇതുകൊണ്ടൊന്നും സംഭവിക്കില്ല. പക്ഷേ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ജനത, ഒരു നാട്, ഒരു രാഷ്ട്രം, അതിലെ ജനങ്ങൾ മദ്യശാപ്പുകളും വീപ്പകളും കോപ്പകളും ചഷകങ്ങളും സ്വന്തം കൈകൾ കൊണ്ട് തല്ലിത്തകർത്ത ഒരു ചരിത്രമുണ്ട്. മദീന എന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ചരിത്രം. ഇതേപോലെ ഒരു നാട്ടിലെ ജനത തെരുവിലേക്കിറങ്ങി മദ്യചഷകങ്ങളും മദ്യക്കുപ്പികളും മദ്യം നിറച്ചിരുന്ന വീപ്പകളും ജാറുകളും മദ്യശാപ്പുകളുമെല്ലാം അടിച്ചു തകർത്തു. എന്താ കാരണം? അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും വിഷമദ്യം കഴിച്ച് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതിന്റെ പ്രതിഷേധം കൊണ്ടോ വേദന കൊണ്ടോ ആയിരുന്നില്ല. മറിച്ച് അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇസ്ലാം മദ്യനിരോധത്തിന്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ മദ്യം നിരോധിച്ചുകൊണ്ട് മൂന്നാമത്തെ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇറക്കിയതോടുകൂടി വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ, തീർച്ചയായും മദ്യവും ചൂതും, വൽ അൻസാബു വൽ അസ്ലാം, കോലമ്പുകളും അസ്ത്രവിദ്യകളുമൊക്കെ പിശാചിന്റെ ഉൽപ്പന്നങ്ങളാണ്. അത് പിശാചിൽ നിന്നുള്ള മ്ലേച്ഛ മാലിന്യങ്ങളാണ്. ഫജ്തനിബൂഹു, നിങ്ങളത് ഇനി വർജിച്ചേ പറ്റൂ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാകാൻ പാടില്ല. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇനിയും ഇതിൽ നിന്ന് വിരമിക്കാറായില്ലേ എന്ന തങ്ങളുടെ സ്രഷ്ടാവിന്റെ ഒരു വിളി വന്നതോടുകൂടി ഇൻതഹൈന, പടച്ചവനെ ഇതാ ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സ്രഷ്ടാവിലുള്ള വിശ്വാസവും കൊണ്ട് മാത്രം ഒരു ജനത, കുടിച്ചുകൊണ്ടിരുന്ന സഹാബികൾ, മൂന്നാമത്തെ സൂറത്തുൽ മാഇദയിലെ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള മൂന്നാം ഘട്ടത്തെ ആയത്തിറങ്ങിയപ്പോ ചില സഹാബികൾ ഷാപ്പിലായിരുന്നു, ചില സഹാബികൾ കുടിച്ചുകൊണ്ട് മദ്യം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വേറെ ചിലർ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചരിത്രം പറയുന്നു അവരത് പുറത്തേക്ക് തള്ളി, കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞു, ഷാപ്പുകൾ അവർ അടിച്ചു തകർത്തു. മദീനയുടെ തെരുവീതികളെ നനച്ചുകൊണ്ട് മദ്യവും മദ്യചഷകങ്ങളും ഒഴുകി നടന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. എന്തേ ഈ ജനത അങ്ങനെ ഇറങ്ങിത്തിരിച്ചു? ഏതെങ്കിലും ദുരന്തമുണ്ടായപ്പോഴാണോ? ഏതെങ്കിലും മരണം സംഭവിച്ചപ്പോഴാണോ? അല്ല, ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് വിശ്വാസത്തിലൂടെ മാത്രമേ മനുഷ്യനെ മാറ്റിയെടുക്കാൻ കഴിയൂ. മനുഷ്യനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് അവനിലെ വിശ്വാസ പ്രമാണങ്ങൾക്ക് മാത്രമാണ്. ഒരു ഭൗതിക ശാസ്ത്രത്തിനും ഒരു ഭൗതിക പ്രത്യയശാസ്ത്രത്തിനും ഈ ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനോ മുക്തരാക്കാനോ കഴിയില്ല. കേരളത്തിലെ ഒരു പാർട്ടിയുടെ ഒരു വലിയ സമ്മേളനം കോട്ടയം ജില്ലയിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ വരെ നശിപ്പിച്ചു കളയുന്ന, അലങ്കോലപ്പെടുത്തുന്ന രൂപത്തിൽ പാർട്ടി പ്രവർത്തകർ മദ്യപിച്ചാടിയപ്പോ പാർട്ടി നേതാവ് രോക്ഷം കൊണ്ട് മൈക്കിലൂടെ പറഞ്ഞു, മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് കിടക്കണം, പുറത്തേക്ക് കിടക്കരുത്. പക്ഷെ മദ്യത്തിനത് പറ്റില്ലല്ലോ. മദ്യം കുടിച്ചാൽ അത് അകത്തല്ല കിടക്കുക, അത് പുറത്തേക്ക് വരും. പക്ഷേ കൊടുത്ത നിർദ്ദേശം ഇങ്ങനെയായിരുന്നു, കുടിച്ചാൽ അകത്ത് കിടക്കണം, കുടിക്കരുത് എന്ന് പറയുന്നില്ല. ഇവിടെയാണ് ഇസ്ലാം മനുഷ്യരോട് അതിശക്തമായി പറഞ്ഞു, നിങ്ങളത് കുടിക്കരുത്. ഇത് ആരുടെ ശാസനയാണ്? ആരുടെ കൽപ്പനയാണ്? ദൈവത്തിൻ്റെതാണ്.
വിശ്വാസത്തിലൂടെ മാത്രമേ ഇന്നും ലോകത്തിന്റെ ഒരു തെളിവാണത്. ലോകത്ത് 120 കോടിയോളം വരുന്ന മുസ്ലിം ജനസാമാന്യം. ലോക ജനസംഖ്യയിൽ 120 കോടിയാണ് മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത്. ആ മുസ്ലിം ജനസംഖ്യയിൽ ഒരു 20 കോടിയെ നാം മാറ്റി നിർത്തിക്കോളൂ. കാരണം നമുക്ക് ഈ സമുദായത്തെ പൂർണ്ണമായും അങ്ങ് വിശ്വാസമില്ല. മലപ്പുറത്തെ മദ്യദുരന്തത്തിലും സമുദായത്തെ പ്രതിനിധാനം ചെയ്ത് 1-2 പേരുണ്ടല്ലോ. അതുകൊണ്ട് ഈ സമുദായത്തിലും കുറേയൊക്കെ ഉണ്ട് കുടിയന്മാർ. എന്നാൽ പോലും ഒരു 20 കോടിയെ മാറ്റി നിർത്തിയാൽ ലോകത്ത് മദ്യപിക്കാത്ത 100 കോടിയോളം വരുന്നൊരു ജനതയുണ്ട്. ലോകത്ത് മദ്യം തൊടാത്ത, മദ്യത്തെ അടുക്കുക പോലും ചെയ്യാത്ത, മദ്യപിക്കാത്ത 100 കോടി ജനങ്ങളുണ്ടെങ്കിൽ അവർ മദ്യപിക്കാത്തതിന്റെ കാരണം മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ശാസ്ത്രലോകത്തിന്റെ പരസ്യം കണ്ടിട്ടല്ല. ഇത് നിങ്ങളുടെ കരട് തകർക്കുമെന്ന ശാസ്ത്രലോകത്തിന്റെ മുന്നറിയിപ്പ് ഭയന്നിട്ടല്ല, ആരോഗ്യം നശിപ്പിക്കുമെന്ന സയന്റിസ്റ്റുകളുടെ താക്കീത് കണ്ടിട്ടല്ല അവർ മദ്യം വർജിച്ചത്. തങ്ങളുടെ റബ്ബ് പറഞ്ഞു എന്ന ഒറ്റ കാരണത്താലാണ്. അള്ളാഹു വിലക്കി എന്ന ഒരൊറ്റ കാരണത്താൽ മാത്രമാണ് കോടിക്കണക്കിന് വരുന്ന ഒരു ജനത ജീവിതത്തിൽ നിന്നും മദ്യം വർജിച്ചിട്ടുള്ളത്. വിശ്വാസത്തിനല്ലാതെ മനുഷ്യനെ മാറ്റിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സത്യവിശ്വാസികളെ ചലിപ്പിക്കുന്ന അവരുടെ ജീവിതത്തിന്റെ ധാർമ്മിക അടിത്തറയുടെ പ്രചോദനമായി വർത്തിക്കുന്ന ഈമാൻ, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി വിശ്വാസിയെ പരിശീലിപ്പിക്കുകയായിരുന്നു പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് റമദാനിലൂടെ നാം നേടിയെടുത്ത ശീലങ്ങൾ, ഹലാലുകളെപ്പോലും വർജിക്കാൻ നാം നേടിയെടുത്ത ശീലം, ഹറാമുകളെ വർജിക്കാൻ തീർച്ചയായും നമുക്ക് പ്രചോദനമാകണം, നമുക്കതിന് നിമിത്തമാകണം. എങ്കിൽ മാത്രമേ നാം പിടിച്ച നോമ്പ് ലക്ഷ്യത്തിലെത്തി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാട് ഒരു മോചനത്തിന് വേണ്ടി തേടുകയാണ്. ലോകം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് എന്ത് പരിഹാരമെന്ന അന്വേഷണത്തിൽ ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമത്തെ പരീക്ഷിക്കാൻ ലോകം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ലോകം നേരിടുന്ന സദാചാര ഭ്രംശത്തിന് എന്ത് പരിഹാരമെന്ന അന്വേഷണത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യാധിഷ്ഠിതമായ സാമൂഹ്യ ക്രമത്തെ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ മുസ്ലിം ഉമ്മത്തിന് ആശയം കൊണ്ടും ജീവിതം കൊണ്ടും കഴിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ധാർമ്മിക മൂല്യത്തിന്റെ അടിത്തറയിൽ വാർത്തെടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. കേരളീയ സമൂഹം അകപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ തിന്മകൾ, ഒന്ന് മദ്യം, മറ്റൊന്ന് ചൂത്. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ മാഇദയിൽ ഈ ആയത്ത് ഇന്നമൽ ഖംറു വൽ മൈസർ, തീർച്ചയായും മദ്യവും ചൂതും, ഈ 2 സാമൂഹ്യ തിന്മകളെ ചേർത്ത് വെച്ചിട്ടാണ് ഖുർആൻ പറഞ്ഞത്. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തും ഇത് തന്നെയാണ്. ഇതാരാ പറയുന്നത്? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പരിതപിക്കുന്നു, സങ്കടം പറയുന്നു. ചൂതുകളിക്കാരുടെ ഒരു നാടായി കേരളം. എവിടെ ചെന്നാലും ലോട്ടറിയുടെ പ്രളയമാണ്. പണിയെടുക്കുന്നില്ല, എളുപ്പം പണമുണ്ടാക്കാൻ. മദ്യവും ചൂതും ഒരു നാടിനെ നശിപ്പിക്കാൻ വേറെന്ത് വേണം? ഇവിടെയാണ് ഈ 2 തിന്മകൾക്കുമെതിരെ സന്ധിയില്ലാത്ത യുദ്ധം പ്രഖ്യാപിച്ച ഖുർആനിന്റെ അനുയായികൾ. നമ്മുടെ കയ്യിലെ ഈ ആദർശമുള്ളൂ. ലോകത്തൊരു ഗ്രന്ഥം മറിച്ചു നോക്കിയാൽ ഇതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു ഗ്രന്ഥം വേറെ ഏതുണ്ട്? ഇങ്ങനെ ഒരു ഗ്രന്ഥത്തെ നാം ഈ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കണോ വേണ്ടയോ എന്നതാണ് നാം ഇനി പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ, ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന നിലയിൽ നമ്മുടെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ഇസ്ലാമിക അടിത്തറയിൽ പരിവർത്തിപ്പിക്കുവാനും കെട്ടിപ്പടുക്കുവാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിത വിശുദ്ധി നിലനിർത്തുവാൻ, റമദാനിന്റെ മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ, തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر.
സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന് വഴിപ്പെട്ട് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കാലാവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് പെരുന്നാൾ ദിനം നമുക്ക് കടന്നു വന്നിട്ടുള്ളത്. എങ്കിൽ പോലും പെരുന്നാളെന്ന ആഘോഷം, ഈദ് അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്ന ഈദിൻ്റെ ലക്ഷ്യങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുവാനും അതിനെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാനും ഈ ദിവസം നാം ഏവരും ഉപയോഗപ്പെടുത്തണമെന്ന് നിങ്ങളോട് പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇർളഅനിൽ അർബഅത്തി അൽ ഖുലഫാ റാഷിദീൻ അൽ മഹ്ദിയീൻ. اللهم ارض عن نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم وجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار وأدخلنا الجنة يا رب العالمين. اللهم اشف أمراضنا يا شافي الأمراض واشف أمراضنا وأمراض والدينا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.